ബമ്പറടിച്ചത് സർക്കാരിന്. കിട്ടിയാൽ കിട്ടിയെന്ന് കരുതി 300 മുടക്കി ടിക്കറ്റ് എടുത്തത് 40 ലക്ഷം പേർ. 117 കോടി വിറ്റുവരവ്. കാത്തുകാത്തിരുന്ന പൂജാ ബമ്പർ നറുക്കെടുപ്പ് പുറത്തുവരുമ്പോൾ ടിക്കറ്റ് എടുത്ത പലർക്കും നിരാശയാണെങ്കിലും സർക്കാരിന് ബമ്പറടിച്ച അവസ്ഥയാണ്. 12 കോടിയുടെ മഹാഭാഗ്യം JD 54, 55, 42 എന്ന നമ്പറിനാണ് ലഭിച്ചത്. എന്നാൽ സർക്കാർ ഖജനാവിനാണ് പൂജാ ബമ്പർ അടിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. കാരണം കിട്ടിയാൽ കിട്ടിയെന്ന് കരുതി 300 രൂപ മുടക്കി ടിക്കറ്റ് എടുത്തത് 40 ലക്ഷത്തോളം പേരാണ്. ഈ വർഷം പൂജാ ബമ്പർ ഭാഗ്യക്കുറിയുടേതായി 40 ലക്ഷം ടിക്കറ്റുകളാണ് അടിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ഇതിൽ 39,10,10,660 ടിക്കറ്റുകളും വിറ്റഴിഞ്ഞു. ഇതിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തുക കോടികളാണ്. അതായത് 117 കോടിയോളം രൂപ പൂജാ ബമ്പർ വിറ്റുവരവ്. പൂജാ ബമ്പറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിറ്റുവരവാണ് ഇത്തവണ ഖജനാവിലെത്തിയത്. എന്നാൽ ഈ തുക മൊത്തമായും സർക്കാരിന് ലഭിക്കില്ല. ഏജൻസി കമ്മീഷൻ, അച്ചടിക്കൂലി, ഭരണപരമായ ചിലവുകൾ, സമ്മാനത്തുക എന്നിവ കഴിഞ്ഞുള്ള ബാക്കി തുകയാകും സർക്കാരിന് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച കൃത്യമായ കണക്ക് വൈകാതെ ലഭ്യമാകും. അതേസമയം ഇത്തവണത്തെ പൂജാ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം പാലക്കാട് ജില്ലയിലാണ്. JD 54, 55, 42 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപത്തെ കിങ് സ്റ്റാർ ഏജൻസിയിൽ നിന്നാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റുപോയത്. 12 കോടിയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി വീതം 5 പേർക്ക് ലഭിക്കും. സമ്പർ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനവും ഇതേ ഏജൻസിയിലെ ടിക്കറ്റിന് തന്നെയാണ്. ഇത്തവണത്തെ ഓണം ബമ്പറും പാലക്കാട് നിന്നുള്ള ടിക്കറ്റിനായിരുന്നു. പാലക്കാട് നിന്നും ടിക്കറ്റ് വാങ്ങി ഏജന്റ് കൊച്ചി നെട്ടൂരിലെ സബ് ഏജന്റ് വഴി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത്. അതേസമയം ആ ഭാഗ്യശാലി ആരാണെന്ന ആകാംക്ഷ തുടരുമ്പോൾ 12 കോടിയിൽ എത്രയാകും കിട്ടുക എന്ന ചർച്ചയും സജീവമാണ്. 12 കോടി രൂപ പൂജാ ബമ്പർ അടിച്ചാൽ വിവിധ നികുതി കിഴിച്ചുള്ള തുകയാവും സമ്മാനാർഹന് ലഭിക്കുക. 10% ഏജൻസി കമ്മീഷൻ, അതായത് 1.2 കോടി രൂപ. ബാക്കിയുള്ള 10.8 കോടി രൂപയ്ക്ക് മുകളിലാണ് സമ്മാന നികുതി വരുന്നത്. 30% നികുതി. 3.24 കോടി രൂപയാണിത്. ശേഷമുള്ള 7.56 കോടി രൂപ സമ്മാനാർഹന്റെ അക്കൗണ്ടിലെത്തും. ഇതിനുശേഷം സമ്മാനാർഹൻ നേരിട്ട് നികുതി അടയ്ക്കണം. 50 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ നികുതിക്ക് മുകളിൽ സർചാർജ് നൽകണം. 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ 10%, 1 കോടി മുതൽ 2 കോടി വരെ 15%, തുടർന്ന് 5 കോടി വരെ 25%, അതിനുശേഷം 37%മാണ് സർചാർജ്.